പത്തനംതിട്ട റീന കൊലക്കേസിൽ പ്രതി ഭർത്താവ് മനോജിന് ജീവപര്യന്തം കഠിന തടവ്. 2 ലക്ഷം രൂപ പിഴയൊടുക്കണം. പിഴത്തുക സാക്ഷികളായ മക്കൾക്ക് നൽകാനും കോടതി ഉത്തരവിട്ടു. സുജു ടി ബാബു പത്തനംതിട്ടയിൽ നിന്ന് ചേരുകയാണ് വിശദാംശങ്ങളുമായി. സുജു, ഏറെ കൂളിളക്കം സൃഷ്ടിച്ച ഒരു കേസിൽ അത് വിധിയായിരിക്കുന്നു. മറ്റു വിശദാംശങ്ങൾ എന്താ? വിനീഷ 2014 ഡിസംബർ 28 പുലർച്ചെയായിരുന്ന അതിക്രൂരമായി റീന കൊലപാതക കേസ് നടക്കുന്ന റീനയെ ഭർത്താവ് പ്രതിയായിരിക്കുന്ന മനോജ് തന്നെയാണ് കൊലപ്പെടുത്തിയിരിക്കുന്നത്. ഇപ്പോൾ കേസിൽ മനോജ് എബ്രഹാമിന് കോടതി ജീവപര്യന്തം ശിക്ഷ വിധിച്ചിരിക്കുകയാണ്. അതിനോടൊപ്പം 2 ലക്ഷം രൂപ പിഴയും കൊടുക്കണം. ഇത് സാക്ഷികളായ മക്കൾക്ക് കൊടുക്കണമെന്നാണ് കോടതി ഉത്തരവ് നൽകിയിരിക്കുന്നത്. പിഴ അടച്ചില്ലെങ്കിൽ പ്രതിയുടെ സ്വത്തിൽ നിന്ന് ഇത് ഈടാക്കാനും ഉത്തരവിൽ പറയുന്നു. പത്തനംതിട്ട അഡീഷണൽ ജില്ലാ സെഷൻസ് ജഡ്ജ് JP ജയകൃഷ്ണനാണ് ശിക്ഷ വിധിച്ചിരിക്കുന്നത്. വിധിയിൽ സംതൃപ്തി കോടതി രേഖപ്പെടുത്തുകയും ചെയ്തിരിക്കുന്നു. ഈ സംഭവം നടക്കുന്ന സംശയരോഗിയായ ഈ മനോജ് എബ്രഹാമും റീനയും തമ്മിൽ വഴക്ക് പതിവായിരുന്നു. അങ്ങനെ ഈ കൊലപാതകം നടക്കുന്ന ദിവസം ഇരുവരും തമ്മിൽ വഴക്കുണ്ടാകും. പിന്നീട് പ്രതിയുമായി പഞ്ചായത്ത് അംഗത്തിൻ്റെ വീട്ടിൽ വെച്ച് ഒത്തുതീർപ്പ് നടത്തിയതാണ്. അതിനുശേഷം രാത്രി അല്ലെങ്കിൽ പുലർച്ചെ വീണ്ടും വഴക്കുണ്ടാകുന്നു. വീട്ടിൽ തിരികെ എത്തിയ ശേഷം അങ്ങനെ റീനെ ഇഷ്ടിക കൊണ്ട് ഇടിച്ചു വീഴ്ത്തുകയും അതിനോടൊപ്പം വീൽ സ്പാനർ ഉപയോഗിച്ച് തലയ്ക്ക് അടിക്കുകയുമായിരുന്നു ചെയ്തത്. അങ്ങനെയാണ് റീന കൊലപ്പെടുന്നത്. ഈ കേസിന് സാക്ഷികളായിരുന്നത് റീനയുടെ അമ്മയും അതുപോലെ തന്നെ 2 മക്കളുമായിരുന്നു. ഇതിൽ റീനയുടെ അമ്മ 2020 മരിച്ചു പോകുകയും ചെയ്തിരുന്നു. പിന്നീട് കൃത്യമായ കേസ് അന്വേഷണത്തിൻ്റെ അടിസ്ഥാനത്തിൽ റാന്നി സി ആയിരുന്ന രാജപ്പൻ റാവുത്തർ, ഇപ്പോൾ കൊന്നി DYSP ആണ് അന്വേഷണം പൂർത്തിയാക്കി കോടതി കുറ്റപത്രം സമർപ്പിച്ച് കൃത്യമായ അന്വേഷണത്തിലൂടെയും തെളിവുകൾ ഹാജരാക്കിയതിൻ്റെ ഫലമായിട്ടാണ് ഇപ്പോൾ ഈ പ്രതി മനോജ് എബ്രഹാം ശിക്ഷിക്കപ്പെടുന്നത്. ശരി, സുജു ടി ബാബുവാണ് വിശദാംശങ്ങൾ പങ്കുവച്ചത്. ഈ വിധിയിൽ തൃപ്തി എന്നാണ് പബ്ലിക് പ്രോസിക്യൂട്ടറായ ഹരിശങ്കർ പ്രസാദ് പറഞ്ഞത്. നമുക്ക് അദ്ദേഹത്തിന്റെ പ്രതികരണം കൂടെ കാണാം. ഇന്നലെ ബഹുമാനപ്പെട്ട കോടതി IPC 341 പ്രകാരവും 302 പ്രകാരവും പ്രതിയെ കുറ്റക്കാരെന്ന് കണ്ടെത്തിയിരുന്നു. ഇന്നിപ്പോൾ 341 പ്രകാരം 1 മാസം കഠിന തടവിനും 302 പ്രകാരം ജീവപര്യന്തം കഠിന തടവിനും ശിക്ഷിച്ചിരിക്കുകയാണ്. അതോടൊപ്പം തന്നെ കോമ്പൻസേഷനായി 2 ലക്ഷം രൂപ പ്രതി നൽകാനും ബഹുമാനപ്പെട്ട കോടതി ഉത്തരവായിട്ടുണ്ട്. അതിൽ 2 ലക്ഷം രൂപയിൽ 1 ലക്ഷം രൂപ മൂത്ത കുട്ടിക്കും 1 ലക്ഷം രൂപ ഇളയ കുട്ടിക്കും തുല്യമായി വിധിച്ചു നൽകാനും ഉത്തരവായിട്ടുണ്ട്. ഈ തുക നൽകാത്ത പക്ഷം പ്രതിയുടെ വസ്തുവിൽ നിന്നും അത് ഈടാക്കിയെടുക്കാമെന്നും കോടതി ഉത്തരവിട്ടിട്ടുണ്ട്.